1910 വിയന്ന. തെരുവിൽ അലഞ്ഞു നടക്കുന്ന, ആരും തിരിച്ചറിയാത്ത ഒരു 21 വയസ്സുകാരൻ, ഒരു പരാജയപ്പെട്ട കലാകാരൻ. 30 വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ ലോകത്തെ വിറപ്പിക്കുന്ന ഏറ്റവും ശക്തനായ ഏകാധിപതിയായി മാറി. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായം എഴുതി ചേർത്തവൻ, 65 ദശലക്ഷം മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരനായവൻ, ഒരു ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ മടിക്കാത്തവൻ. എങ്ങനെയാണ് ഒരു സാധാരണ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ മകൻ, ഒരു ഭവനരഹിതനായ ചെറുപ്പക്കാരൻ, ചരിത്രത്തിലെ ഏറ്റവും വലിയ രാക്ഷസനായി മാറിയത്? എന്തായിരുന്നു അവന്റെ ഉള്ളിലെ അടങ്ങാത്ത പകയുടെയും അധികാരമോഹത്തിന്റെയും ഉറവിടം? ഇത് അഡോൾഫ് ഹിറ്റ്ലറുടെ യാത്രയാണ്, ഒരു രാക്ഷസന്റെ ഉദയത്തിന്റെ കഥ. 1889 ഓസ്ട്രിയയിലെ ബ്രൗണൌ ആം ഇൻ എന്ന ചെറിയ പട്ടണത്തിൽ ഒരു സത്രത്തിന്റെ 2ാം നിലയിലുള്ള ഒരു മുറിയിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിക്കുന്നത്. ഏപ്രിൽ 20 വൈകുന്നേരം 6:30. അവന്റെ അച്ഛൻ അലോയിസ് ഹിറ്റ്ലർ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ക്ലാര ഹിറ്റ്ലർ ഒരു സാധാരണ വീട്ടമ്മയും. ആ ദമ്പതികൾക്ക് ജനിച്ച 6ാമത്തെ കുഞ്ഞായിരുന്നു അഡോൾഫ്. എന്നാൽ മുതിർന്ന സഹോദരങ്ങളെല്ലാം ചെറുപ്പത്തിലെ മരിച്ചുപോയതിനാൽ അവൻ 4ാമത്തെ കുട്ടിയായി വളർന്നു. ആ വീട്ടിൽ ജനിച്ച ഒരു കുഞ്ഞ് പിന്നീട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരനാകുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. അവന്റെ ഭാവി പ്രവചിക്കാൻ ആർക്കുമാവില്ല. ഹിറ്റ്ലർ ജനിച്ചു വീണ ആ കെട്ടിടം പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി. വർഷങ്ങൾക്ക് ശേഷം ആ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഓസ്ട്രിയൻ സർക്കാർ തീരുമാനിച്ചു. ഒരു ഏകാധിപതിയുടെ ഓർമ്മകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഹിറ്റ്ലർക്ക് ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. 1895 അച്ഛന് ലിൻസ് എന്ന സ്ഥലത്തേക്ക് കസ്റ്റംസ് ഇൻസ്പെക്ടറായി ഉദ്യോഗക്കയറ്റം ലഭിച്ചു. അതോടെ അവരുടെ ജീവിതം അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടു. 6ാം വയസ്സിൽ ലിൻസിനടുത്തുള്ള ഫിഷൽഹാം എന്ന സ്ഥലത്തെ ഒരു ചെറിയ സ്കൂളിലാണ് ഹിറ്റ്ലർ പഠനം ആരംഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 1939 ജർമ്മനിയുടെ ഭരണാധികാരിയായി മാറിയ ഹിറ്റ്ലർ ആ പഴയ സ്കൂൾ സന്ദർശിക്കാൻ തിരിച്ചെത്തി. തന്റെ കാമുകിയായിരുന്ന ഇവ ബ്രൗൺ പകർത്തിയ കളർ ഫിലിമിൽ ആ പഴയ സ്കൂളിലെത്തിയ ഹിറ്റ്ലർ വികാരാധീനനാകുന്നത് കാണാം. കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു അയാൾ. പ്രാഥമിക വിദ്യാഭ്യാസം അയാൾക്ക് സന്തോഷം നൽകി. എന്നാൽ അതിനുശേഷമുള്ള സ്കൂൾ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഈ ചിത്രങ്ങളിലൂടെ താനൊരു മികച്ച വിദ്യാർത്ഥിയായിരുന്നുവെന്നും ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ നേതാവാകാൻ ജനിച്ചവനാണെന്നും ജർമ്മൻ ജനതയെ വിശ്വസിപ്പിക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചു. എന്നാൽ ഇത് വെറുമൊരു പ്രചാരണം മാത്രമായിരുന്നു. യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഹിറ്റ്ലർ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന ഒരു കുട്ടിയായിരുന്നു. തനിക്കിഷ്ടമുള്ള വിഷയങ്ങളിൽ മാത്രം അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവസാനം ഒരു യോഗ്യതയും നേടാനാവാതെ അയാൾ സ്കൂൾ വിട്ടു. അയാൾക്ക് സ്കൂളിനെയും അവിടുത്തെ അധ്യാപകരെയും വെറുപ്പായിരുന്നു. അധ്യാപകർ അവനെ ഒരു മടിയനായിട്ടാണ് കണ്ടിരുന്നത്. സ്കൂളിൽ ശ്രദ്ധയില്ലായെങ്കിലും പാടത്തും പറമ്പിലും കളിച്ചു നടക്കാൻ ഹിറ്റ്ലർക്ക് ഇഷ്ടമായിരുന്നു. യുദ്ധം കളിക്കുമ്പോൾ എപ്പോഴും നേതാവിന്റെ വേഷം അയാൾ സ്വയം ഏറ്റെടുക്കും. മറ്റുള്ളവരെ ഭരിക്കാനും തന്റെ കീഴിൽ നിർത്താനും അയാൾക്കിഷ്ടമായിരുന്നു. ഒരു ജന്മനാ ഉള്ള നേതൃത്വ ഗുണം അയാൾ പ്രകടിപ്പിച്ചു. എന്നാൽ കളികളെക്കാൾ കൂടുതൽ അയാൾക്കിഷ്ടം വരയ്ക്കാനായിരുന്നു. അവന്റെ ചിത്രങ്ങളെ ഫാമിലി അംഗങ്ങൾ പ്രശംസിച്ചു. 13ഓ 14ഓ വയസ്സുള്ളപ്പോൾ താനൊരു ചിത്രകാരനാകാൻ പോകുകയാണെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ഒരു കലാകാരനാകാനുള്ള അവന്റെ തീരുമാനം അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല. അലോയിസ് ഹിറ്റ്ലർക്ക് മകനും തന്നെപ്പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു ആഗ്രഹം. മകനെ വരയ്ക്കാനാണ് താൽപ്പര്യമെന്നറിഞ്ഞപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടു. അദ്ദേഹം മകനെ സ്ഥിരമായി അടിക്കാനും തുടങ്ങി. ഹിറ്റ്ലറുടെ സഹോദരി പൗലയുടെ വാക്കുകൾ ഇതിന് തെളിവാണ്. അവന് ധാരാളം അടി കിട്ടിയിരുന്നു. പക്ഷെ അവൻ കരയുകയോ കെഞ്ചുകയോ ചെയ്തില്ല. നിശബ്ദനായി എല്ലാം സഹിച്ചു. 1899 ഒരു ദുരന്തം ഹിറ്റ്ലറുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത് അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനുള്ള ഒരു അവസരമായി മാറി. അവന്റെ അച്ഛൻ മരിച്ചു. അന്ന് ഹിറ്റ്ലർക്ക് 13 വയസ്സായിരുന്നു പ്രായം. അതോടുകൂടി അവന്റെ വഴികളിൽ തടസ്സമായി നിൽക്കാൻ ആരുമില്ലാതായി. 1907 സെപ്റ്റംബറിൽ 18 വയസ്സ് തികഞ്ഞ ഉടനെ ഹിറ്റ്ലർ ലിൻസിലെ തന്റെ വീട് വിട്ട് തലസ്ഥാനമായ വിയന്നയിലേക്ക് യാത്രയായി. അവിടെ എത്തിയ ശേഷം വിയന്നയിലെ അക്കാഡമി ഓഫ് ഫൈൻ ആർട്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അവൻ ഹാജരായി. അവിടെ തിരഞ്ഞെടുപ്പ് വളരെ കർശനമായിരുന്നു. 113 അപേക്ഷകരിൽ നിന്ന് വെറും 28 പേരെ മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഹിറ്റ്ലർക്ക് ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതവനെ പിന്തിരിപ്പിച്ചില്ല. തനിക്ക് പ്രവേശനം ലഭിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അവൻ പരീക്ഷയെ സമീപിച്ചത്. തന്റെ കഴിവിൽ അവന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല.
തന്റെ കഴിവ് ഒരു നാൾ ലോകം അംഗീകരിക്കുമെന്ന് അവൻ എപ്പോഴും വിശ്വസിച്ചു. അക്കാലത്ത് അവൻ വരച്ച ചില ചിത്രങ്ങൾ ഇന്നും ലഭ്യമാണ്. എന്നാൽ ഹിറ്റ്ലർ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അവന്റെ ചിത്രങ്ങൾക്ക് മൗലികതയില്ലായിരുന്നു പരീക്ഷകരുടെ വിലയിരുത്തൽ. മാത്രമല്ല, അവൻ പരീക്ഷയ്ക്കായി ഒരു തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല. തന്റെ ഉള്ളിലെ പ്രചോദനം മാത്രം മതിയാകുമെന്ന് അവൻ കരുതി. പിന്നീട് വിയന്നയിലെ ആർട്സ് അക്കാഡമിയിൽ നിന്ന് തനിക്ക് 2 തവണ പ്രവേശനം നിഷേധിക്കപ്പെട്ടതായി ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തിരസ്കാരം ഹിറ്റ്ലറിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എഴുതിയ മെയിൻ ക്യാമ്പ് എന്ന പുസ്തകത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിട്ടാണ് അവൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ അപമാനത്തെക്കുറിച്ച് അവൻ ആരോടും സംസാരിച്ചില്ല. അവനത് ലജ്ജാകരമായി തോന്നി. 1907 നവംബർ മുതൽ ഹിറ്റ്ലർ സ്ഥിരമായി ലിൻസിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങി. ആർട്സ് അക്കാദമിയിൽ നിന്ന് പ്രവേശനം നിഷേധിക്കപ്പെട്ട് 2 മാസങ്ങൾക്ക് ശേഷം തന്റെ അമ്മ മരിക്കാൻ പോകുകയാണെന്ന വാർത്ത അവനെ തേടിയെത്തി. ക്ലാര ഹിറ്റ്ലർക്ക് സ്തനാർബുദമായിരുന്നു. ഡോക്ടർ ബ്ലോക്ക് എന്ന ഒരു യഹൂദ ഡോക്ടറായിരുന്നു അവരെ ചികിത്സിച്ചിരുന്നത്. ഈ വാർത്ത കേട്ട ഹിറ്റ്ലർ ആകെ തകർന്നുപോയി. അച്ഛനെ എത്രത്തോളം വെറുത്തിരുന്നുവോ അത്രത്തോളം ആഴത്തിൽ അവൻ അമ്മയെ സ്നേഹിച്ചിരുന്നു. അമ്മയുടെ മരണം അവന്റെ ജീവിതത്തിൽ മായാത്ത മുറിപ്പാടായി മാറി. ലിൻസിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൽ അമ്മയുടെ കിടക്കയ്ക്ക് സമീപം ഹിറ്റ്ലർ രാവും പകലും ചെലവഴിച്ചു. വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് ചരിത്രകാരനായ ഹറോൾഡ് സാന്റ്നർ ഈ കെട്ടിടം കണ്ടെത്തിയത്. അതിന്റെ ഉടമ ആദ്യമായി വിദേശ മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ക്ലാര ഹിറ്റ്ലറുടെ കിടപ്പുമുറി അതായിരുന്നു. അമ്മ കിടപ്പിലായപ്പോൾ ഹിറ്റ്ലർ തന്റെ കട്ടിൽ അമ്മയുടെ കട്ടിലിനടുത്തേക്ക് മാറ്റിയിട്ടു. രാത്രിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. 1907 ഡിസംബർ 21 പുലർച്ചെ 2 മണിക്ക് ആ മുറിയിൽ വെച്ച് ക്ലാര ഹിറ്റ്ലർ മരണമടഞ്ഞു. മരണക്കിടക്കയിൽ വെച്ച് ഹിറ്റ്ലർ അമ്മയുടെ ചിത്രം അവസാനമായി വരച്ചു. അമ്മയായിരുന്നു അവന്റെ ലോകം. ഒരുപക്ഷേ ഹിറ്റ്ലർ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേയൊരു സ്ത്രീ അവന്റെ അമ്മയായിരിക്കാം. മരിക്കുന്നതുവരെ അവൻ അമ്മയുടെ ഒരു ഫോട്ടോ പേഴ്സിൽ സൂക്ഷിച്ചിരുന്നു. അമ്മയുടെ ശവസംസ്കാര ദിവസം യുവനായ ഹിറ്റ്ലർ ഡോക്ടർ ബ്ലോക്കിന് ഹൃദയംഗമായ നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരിചരണത്തിന് താൻ എക്കാലവും കടപ്പെട്ടിരിക്കുമെന്ന് വാക്കു നൽകി. വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ മരണത്തിന് കാരണമായപ്പോഴും ഹിറ്റ്ലർ ആ വാക്ക് പാലിച്ചു. ഫ്യൂറർ ആയിരുന്നപ്പോൾ അവൻ ആ ഡോക്ടറുടെ ജീവൻ രക്ഷിച്ചു. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചു. മറ്റാർക്കും നൽകാത്ത ഒരു വിശേഷണം അവൻ ഡോക്ടർ ബ്ലോക്കിന് നൽകി: എഡ്ലർ യൂത്ത്, അഥവാ കുലീനനായ യഹൂദൻ. മറ്റെല്ലാ യഹൂദന്മാരെയും ഉൾപ്പെടുത്തിയ വിഭാഗത്തിൽ നിന്ന് അവൻ അദ്ദേഹത്തെ ഒഴിവാക്കി. അമ്മയുടെ മരണം ഹിറ്റ്ലറെ മാനസികമായി തകർത്തു. അവൻ വിയന്നയിലേക്ക് മടങ്ങി. സ്റ്റെംബർഗാസെ 31 എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. ചരിത്രകാരനായ ഹറോൾഡ് സാന്റ്നറാണ് ഈ സ്ഥലവും വീണ്ടും കണ്ടെത്തിയത്. പല ഡോക്യുമെന്ററികളും അവൻ താമസിച്ചിരുന്നത് അടുത്തുള്ള മഞ്ഞ കെട്ടിടത്തിലാണെന്ന് തെറ്റായി അവകാശപ്പെട്ടിരുന്നു. 3-ാം റേക്ക് മനഃപൂർവ്വം പ്രചരിപ്പിച്ച ഒരു തെറ്റായ വിവരമായിരുന്നു അത്. ഹിറ്റ്ലർ ഒരു മോശം സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ആളുകൾ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. അമ്മ നൽകിയ പണം കൊണ്ടാണ് യുവനായ ഹിറ്റ്ലർ ജീവിച്ചിരുന്നത്. പതിയെ പതിയെ അവൻ വിഷാദത്തിലേക്ക് വഴുതി വീണു. അവൻ ഒരു ജോലിയും ചെയ്തില്ല, ഒന്നിനും പരിശീലനം നേടിയില്ല, പഠിച്ചുമില്ല. ഉച്ചയ്ക്ക് മുൻപ് എഴുന്നേൽക്കാത്ത ഒരു ചെറുപ്പക്കാരനായി അവൻ മാറി. പിന്നീട് ചാൻസലറായ ശേഷവും അവന്റെ ഈ ശീലം തുടർന്നു. 1909 വേനൽക്കാലം വരെ ഹിറ്റ്ലർ ആ പണം കൊണ്ട് ജീവിച്ചു. പിന്നീട് വാടക കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവന് തെരുവിലിറങ്ങേണ്ടി വന്നു. ചില രാത്രികളിൽ അവൻ പൊതുബെഞ്ചുകളിൽ കിടന്നുറങ്ങി. തണുപ്പുകാലം വന്നപ്പോൾ ഭവനരഹിതർക്കുള്ള അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടി. പകൽ സമയത്ത് കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ഒരു സൂപ്പ് കിച്ചണിന്റെ മുന്നിൽ അവൻ ക്യൂ നിന്നു. 20-ാം വയസ്സിൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഭവനരഹിതനായിരുന്നു. അവനൊന്നുമുണ്ടായിരുന്നില്ല, അവൻ ആരുമായിരുന്നില്ല, അവനൊരു ഭാവിയുമുണ്ടായിരുന്നില്ല. 1910 പുരുഷന്മാർക്കായുള്ള ഒരു ഹോസ്റ്റലിലേക്ക് അവൻ താമസം മാറി. ഇന്ന് അതൊരാധുനിക റിട്ടയർമെന്റ് ഹോമാണ്. ടൂറിസ്റ്റുകൾക്ക് പോസ്റ്റ് കാർഡുകൾ വരച്ചുകൊടുത്താണ് അവൻ ഉപജീവനമാർഗം കണ്ടെത്തിയത്. ഈ ദുരിതജീവിതം വർഷങ്ങളോളം തുടർന്നു. എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിൽ ഇതിനൊന്നും കാരണം താനല്ലായിരുന്നു. സമൂഹത്തിലെ ഉന്നതരോടുള്ള അടങ്ങാത്ത ദേഷ്യം അവന്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ മാത്രമാണെന്ന് അവൻ വിശ്വസിച്ചു. ആ ഉന്നതർക്ക്
ദീർഘവീക്ഷണമില്ലായിരുന്നു. കാരണം അവർക്ക് യുവനായ അഡോൾഫിന്റെ പ്രതിഭയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് അവന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അവൻ ഒരിക്കലും സ്വയം ചോദ്യം ചെയ്തില്ല. ഓസ്ട്രിയൻ ഉന്നതർക്കിടയിലെ തന്റെ ശത്രുക്കളെ ഹിറ്റ്ലർ വ്യക്തമായി തിരിച്ചറിഞ്ഞു: യഹൂദന്മാർ. അക്കാലത്ത് വിയന്നയിലെ സാമ്പത്തികവും സാംസ്കാരികവും ജീവിതത്തിൽ അവർക്ക് പ്രധാന സ്ഥാനങ്ങളുണ്ടായിരുന്നു. 1913 യൂറോപ്പിലെ ഏറ്റവും കടുത്ത യഹൂദവിരുദ്ധ നഗരങ്ങളിലൊന്നായിരുന്നു വിയന്ന. വിയന്നയിൽ വലിയൊരു യഹൂദ ജനസംഖ്യയുണ്ടായിരുന്നു. നഗരത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 10% യഹൂദരായിരുന്നു. ഈ സമയത്താണ് തന്റെ യഹൂദവിരുദ്ധത വളർന്നതെന്ന് ഹിറ്റ്ലർ മെയിൻ ക്യാമ്പിൽ അവകാശപ്പെടുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ചില അവകാശവാദങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത്. അതുവരെയുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ കള്ളം പറഞ്ഞു. തനിക്ക് യോഗ്യതകളില്ലെന്നും തനിക്കൊരിക്കലും ഒരു ജോലിയുണ്ടായിരുന്നില്ലെന്നും അവൻ കള്ളം പറഞ്ഞു. ആർക്കും അതറിയില്ലായിരുന്നു. മെയിൻ ക്യാമ്പ് ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. അതൊരു സാങ്കല്പിക ആത്മകഥയായിരുന്നു. അഡോൾഫ് ഹിറ്റ്മാൻ എന്ന മിഥ്യ സൃഷ്ടിക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. 1914 ഓഗസ്റ്റ് 1 ജർമ്മനി റഷ്യയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കം. ഹിറ്റ്ലർ ഒരു ഓസ്ട്രിയൻ പൗരനായിരുന്നു. എങ്കിലും അയാൾ ജർമ്മൻ സൈന്യത്തിൽ ചേരാൻ സന്നദ്ധനായി. ഓസ്ട്രിയയും ജർമ്മനിയും ഒരൊറ്റ രാഷ്ട്രമാകണമെന്നും എല്ലാ ജർമ്മൻ ജനതയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കണമെന്നും അയാൾ കരുതി. തന്റെ ദുരിതം നിറഞ്ഞ ജീവിതം മാറ്റാനുള്ള ഒരവസരമായിട്ടാണ് അയാൾ ഈ യുദ്ധത്തെ കണ്ടത്. മ്യൂണിക്കിലെ ഒരു ചരിത്രപ്രധാനമായ സ്ഥലമായ ഓഡിയോൺസ്പ്ലാറ്റ്സിൽ നടന്ന ഒരു വലിയ ദേശസ്നേഹ സംഗമത്തിൽ ഹിറ്റ്ലർ ആവേശഭരിതനായി പങ്കെടുത്തു. ഒരു ഫോട്ടോഗ്രാഫിൽ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഒരുതരം ലഹരിയിലായിരിക്കുന്ന അവന്റെ ചിത്രം കാണാം. ഈ യുദ്ധം തന്റേതായ ഒരു അടയാളം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവൻ കണ്ടത്. 1915 മാർച്ച് 17 അവന്റെ റെജിമെന്റ് വടക്കൻ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ഫ്രോമലസിനടുത്തുള്ള കിടങ്ങുകളിൽ യുദ്ധം ചെയ്തു. ഒരു വർഷത്തോളമായി അഡോൾഫ് ഹിറ്റ്ലർ ബവേറിയൻ ഇൻഫൻട്രിയിലെ 16-ാം റെജിമെന്റിൽ ഒരു സന്ദേശവാഹകനായിരുന്നു. മുന്നണിയിലെ ബറ്റാലിയനുകളും സ്റ്റാഫ് ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിലുള്ള ആശയവിനിമയം ഉറപ്പാക്കിയിരുന്നത് അവനായിരുന്നു. ഇതത്ര മഹത്വമുള്ള ഒരു ജോലിയായിരുന്നില്ല, പക്ഷേ അത്യാവശ്യവും അപകടകരവുമായിരുന്നു. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഹിറ്റ്ലർ വളരെ നല്ലൊരു സൈനികനായിരുന്നു. അവൻ മനസാക്ഷിയോടെ അനുസരിച്ചു. അവന്റെ മേലുദ്യോഗസ്ഥർക്ക് അവനെ എപ്പോഴും വിശ്വസിക്കാമായിരുന്നു. ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ഹിറ്റ്ലർ മുന്നണിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ വീട്ടിൽ താമസിക്കുമായിരുന്നു. മൊത്തത്തിൽ അവൻ ഏതാണ്ട് 1.5 വർഷത്തോളം ഫ്രാൻസിലെ മണ്ണിൽ തുടർന്നു. പെട്ടെന്ന് ഹിറ്റ്ലർ സൈന്യത്തിന്റെ ഭാഗമായി. അവനെ പരിപാലിക്കാൻ ആളുകളുണ്ടായിരുന്നു. പണത്തെക്കുറിച്ചോ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നതിനെക്കുറിച്ചോ അവന് വേവലാതികളുണ്ടായിരുന്നില്ല. സൈന്യത്തിൽ തനിക്കൊരിടം അവൻ കണ്ടെത്തി. അവിടെ അവൻ സന്തുഷ്ടനായിരുന്നു. അവന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടായിരുന്നു. അവന്റെ സഹപ്രവർത്തകരുമായുള്ള ചിത്രങ്ങളിൽ മെലിഞ്ഞ മുഖവും നീണ്ട മീശയുമുള്ള അവനെ കാണാം. നമുക്കറിയാവുന്ന ഹിറ്റ്ലറിൽ നിന്ന് അവനെ തിരിച്ചറിയാൻ കഴിയില്ല. അവന്റെ സൈന്യത്തിലെ കൂട്ടുകാർ അവന്റെ പുതിയ കുടുംബമായിരുന്നു. അവനടുത്ത് ആരുമുണ്ടായിരുന്നില്ല. പുതിയ കൂട്ടുകാരുമായി അവൻ നന്നായി ഒത്തുപോയി. അവർ അവനെ ഏകാന്തനും അധികം സാമൂഹികനല്ലാത്തവനുമായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ അവന്റെ ധൈര്യവും നിശ്ചയദാർഢ്യവും അവരെല്ലാം അംഗീകരിച്ചു. 1914 ഡിസംബറിൽ അവന് കോർപ്പറൽ ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. അയൺ ക്രോസ് ക്ലാസ് 2 എന്ന ബഹുമതിയും അവനെ തേടിയെത്തി. അത് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അംഗീകാരമായിരുന്നു. ജീവിതകാലം മുഴുവൻ അവൻ അത് ധരിച്ചു. 25 വയസ്സുള്ള അതുവരെ ഒന്നും നേടാത്തൊരു ചെറുപ്പക്കാരന് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഹിറ്റ്ലർ അതിൽ അവിശ്വസനീയമാം വിധം അഭിമാനിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ആ യുവസൈനികന്റെ ജീവിതം തകർന്നു. സൈന്യം വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവിടെ തന്നെ തുടരാൻ അവൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പോകാനൊരു വീടില്ലാത്തതുകൊണ്ടും ഒരു വരുമാനം ആവശ്യമുള്ളതുകൊണ്ടും അവൻ സൈന്യത്തിൽ തുടരാൻ തീരുമാനിച്ചു. 1919 ഫെബ്രുവരിയിൽ മ്യൂണിക് വിപ്ലവകാരികളായ തീവ്ര ഇടതുപക്ഷത്തിന്റെ കൈകളിലായിരുന്നു. ഇത്തരം ബോൾഷെവിക് പ്രസ്ഥാനങ്ങൾ സൈന്യത്തെ മലിനമാക്കുമെന്ന് സൈന്യത്തിലെ ഉന്നതർ ഭയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് സർവീസിന്റെ തലവനായ കാൾ മേയർ സൈനികർക്കിടയിൽ ശരിയായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ പ്രൊപ്പഗൻഡ ഏജന്റുമാരെ അടിയന്തരമായി റിക്രൂട്ട് ചെയ്തത്. ഹിറ്റ്ലർ അതിനൊരു തികഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. യുദ്ധസമയത്ത് സഹപ്രവർത്തകരോട് ദീർഘനേരം പ്രസംഗിക്കുന്ന ശീലം അവനുണ്ടായിരുന്നു. ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവന് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ കഴിഞ്ഞു.
സൈനികരുടെ രാഷ്ട്രീയ മനോവീര്യം നിലനിർത്താനും അവരെ ദേശീയതയുടെ ശരിയായ പാതയിലേക്ക് നയിക്കാനും അവന് കഴിയുമെന്ന് കരുതപ്പെട്ടു. മ്യൂണിക് സർവകലാശാലയിൽ നടന്ന ബോൾഷുവിക് വിരുദ്ധ ഇൻസ്ട്രക്ടർമാർക്കുള്ള ആദ്യത്തെ പരിശീലന കോഴ്സുകളിലേക്ക് ഹിറ്റ്ലറെ അയച്ചു. ഗോഡ്ഫ്രൈഡ് ഫെഡർ എന്നൊരാൾ നൽകിയ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രഭാഷണങ്ങൾ അവന്റെ താൽപ്പര്യം പിടിച്ചുപറ്റി. അവ കടുത്ത യഹൂദവിരുദ്ധതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് ഹിറ്റ്ലറിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഇതെല്ലാം ഹിറ്റ്ലറെ സ്വന്തമായൊരു സിദ്ധാന്തം രൂപപ്പെടുത്താൻ സഹായിച്ചു. 1919 ഓഗസ്റ്റ് ആയപ്പോഴേക്കും യഹൂദന്മാരോടുള്ള അവന്റെ വെറുപ്പ് ഒരു ഭ്രമമായി മാറിയിരുന്നു. ഒരു സൈനികന് അയച്ച 4 ടൈപ്പ് ചെയ്ത പേജുകളുള്ള ഒരു കത്തിൽ അവനത് പ്രകടിപ്പിച്ചു. ഈ കത്ത് പിന്നീട് അമേരിക്കയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇത് ഹിറ്റ്ലറുടെ ആദ്യത്തെ യഹൂദവിരുദ്ധ രേഖയാണ്. അതിൽ ഭാവിയിലെ നാസി സിദ്ധാന്തം മിക്കവാറും മുഴുവനായി മടങ്ങിയിരിക്കുന്നു. യഹൂദ ചോദ്യത്തെക്കുറിച്ചുള്ള അവന്റെ അഭിപ്രായം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ ഭൂമിയിലെ എല്ലാ ജനങ്ങളുടെയും ജീവരക്തം വലിച്ചെടുക്കുന്ന പരാന്നഭൂജികളാണ്. സ്വന്തമായി ഒരു സംസ്ഥാനം സ്ഥാപിക്കാനോ മറ്റുള്ളവരെപ്പോലെ സ്വന്തം അധ്വാനത്തോടുകൂടി ജീവിക്കാനോ അവർക്ക് കഴിയില്ല. അവരൊരു വലിയ പീയുള്ള പരാന്നഭൂജികളാണ്. കത്തിന്റെ അവസാനം അവൻ കൂടുതൽ വ്യക്തമാക്കുന്നു. അന്തിമലക്ഷ്യം യഹൂദന്മാരെ നീക്കം ചെയ്യുക എന്നതായിരിക്കണം. തന്റെ യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രേരകശക്തി എന്തായിരിക്കുമെന്ന് ഹിറ്റ്ലർ ആദ്യമായി വെളിപ്പെടുത്തിയത് അപ്പോഴായിരുന്നു. ഭരണകൂടം യഹൂദവിരുദ്ധതയെ സംഘടിപ്പിക്കണമെന്നും ജർമ്മൻ പ്രദേശത്തുനിന്നും ജർമ്മൻ സമൂഹത്തിൽ നിന്നും യഹൂദവംശജരായ എല്ലാ പൗരന്മാരെയും എന്നേക്കും ഒഴിവാക്കണമെന്നുമുള്ള ആശയം. അവന്റെ യഹൂദവിരുദ്ധത അവന്റെ ചിന്തയുടെ കേന്ദ്രസ്തംഭമായി മാറി. അക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ സൈന്യത്തിലെ ഒരു സാധാരണ നോൺ കമ്മീഷൻഡ് ഓഫീസർ മാത്രമായിരുന്നു. പക്ഷേ 1919 ആണ്ട് അവന്റെ ഉയർച്ചയിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറി. 1919 സെപ്റ്റംബറിൽ മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളിൽ വെച്ച് അഡോൾഫ് ഹിറ്റ്ലർ ആന്റൺ ഡ്രക്സ്ലറെ കണ്ടുമുട്ടി. DAP അഥവാ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ചെറിയ ബവേറിയൻ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഡ്രക്സ്ലർ. ആ പാർട്ടി തീവ്ര ദേശീയനാദവും യഹൂദവിരുദ്ധതയും ഒരുപോലെ മുറുകെ പിടിച്ചിരുന്നു. എല്ലാ ജർമ്മൻകാരെയും ഒരു സംസ്ഥാനത്തിലൊന്നിക്കുക, ജർമ്മനിയിലെ യഹൂദ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുക എന്നിവയായിരുന്നു അവരുടെ പരിപാടി. അതൊരു നിർണായകമായ കണ്ടുമുട്ടലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹിറ്റ്ലർ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. സൈന്യത്തിൽ അവന്റെ രക്ഷാധികാരിയായിരുന്ന കാൾ മേയർ അവനെ പാർട്ടിയിൽ അംഗമാകാൻ പ്രോത്സാഹിപ്പിച്ചു. അതിനായി ഹിറ്റ്ലർക്ക് രഹസ്യ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവനെ ഒരു മുഴുവൻ സമയ പ്രചാരകനാക്കി മാറ്റി. അതോടെ അഡോൾഫ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 1919 ഒക്ടോബർ 16 മ്യൂണിക്കിന്റെ ഹൃദയഭാഗത്തുള്ള ഹോഫ്ബ്രൗ കേലർ എന്ന ബിയർ ഹാളിൽ വെച്ച് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലെ അംഗങ്ങളോട് അവൻ തന്റെ ആദ്യത്തെ പ്രസംഗം നടത്തി. അന്നു വൈകിട്ട് 100 പേരുടെ മുൻപിലാണ് അവൻ സംസാരിച്ചത്. അവന്റെ വാക്ചാതുരി കൊണ്ട് അവൻ അവരെ ആകർഷിച്ചു. അവന്റെ പ്രകടനം കരഘോഷത്തോടെ സ്വീകരിക്കപ്പെട്ടു. അവരെ ആകൃഷ്ടരായി എന്ന് പറയുന്നത് വെറുമൊരു സംസാരരീതി മാത്രമല്ല, അതൊരു തരം മന്ത്രവാദമായിരുന്നു. അവന് കുറച്ച് അംഗീകാരം ലഭിക്കുകയായിരുന്നു. അതവന് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഈ പ്രസംഗം ഒരു നീണ്ട വിജയകരമായ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. അവന്റെ രാഷ്ട്രീയ ഉയർച്ചയുടെ തുടക്കം. വളരെ പെട്ടെന്ന് തന്നെ അഡോൾഫ് ഹിറ്റ്ലർ DAPയുടെ താരപ്രഭാഷകനായി മാറി. പിന്നീടത് NSDAP അഥവാ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത്രയധികം ജനപ്രീതി ലഭിച്ചപ്പോൾ ഹിറ്റ്ലർ ഒരു പ്രൊഫഷണൽ നടനെപ്പോലെ തന്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. ഓരോ ചെറിയ കാര്യങ്ങളിലും അവൻ ശ്രദ്ധിച്ചു. അവന്റെ ശക്തി എല്ലാറ്റിനുമുപരിയായി ഒരു പ്രഭാഷകനെന്ന നിലയിലായിരുന്നു. വളരെ ഊർജ്ജസ്വലനായ, ശക്തനായ ഒരു പ്രഭാഷകൻ. ആധുനിക രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അവൻ സ്വന്തമായിട്ടാണ് പ്രസംഗങ്ങൾ എഴുതിയിരുന്നത്. അവൻ തന്റെ ശബ്ദത്തിന്റെ ഏറ്റ ഇറക്കങ്ങളിലും ആംഗ്യങ്ങളിലും പ്രസംഗങ്ങളുടെ താളത്തിലും ശ്രദ്ധിച്ചു. 2 വർഷത്തിനു ശേഷം 1921 ഫെബ്രുവരിയിലെ ഒരിടത്ത് മ്യൂണിക്കിലെ ഏറ്റവും വലിയ വേദികളിലൊന്നായ സർക്കസ് ക്രോൺ ബിറ്റ്കം നിറഞ്ഞതായിരുന്നു. ഏകദേശം 6000 ആളുകൾ അഡോൾഫ് ഹിറ്റ്ലറെ കേൾക്കാനും അവനെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയിരുന്നു. അവന്റെ പ്രസംഗങ്ങൾ തീവ്രമായിരുന്നു. പക്ഷേ അവന്റെ വാക്കുകളുമായി താദാത്മ്യം പ്രാപിച്ച പോരാളികളെല്ലാം കീഴടങ്ങി. വെർസൈൽസ് ഉടമ്പടി കീറിയെറിയണമെന്നും ജനാധിപത്യം ജർമ്മനിക്ക് ചേർന്നൊരു രാഷ്ട്രീയ വ്യവസ്ഥയല്ലെന്നും എല്ലാത്തിനും ഉത്തരവാദികൾ യഹൂദന്മാരാണെന്നും പലരും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ അവൻ പ്രകടിപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് ആളുകൾക്കിത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. കാരണം സാമ്പത്തികമായി ജർമ്മനി വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഈ പ്രസംഗങ്ങൾ പാർട്ടിയെ നിരന്തരം പുതിയ അംഗങ്ങളെ ആകർഷിക്കാൻ സഹായിച്ചു. 1919 അവസാനത്തിൽ 200 അംഗസംഖ്യ 1921 ഓഗസ്റ്റിൽ 3300 ഉയർന്നു. ഒടുവിൽ 1923 അവസാനത്തോടെ 55,000 ആളുകളിലെത്തി. ഈ ജനപ്രീതി ഹിറ്റ്ലർക്ക് ഒരു സമർപ്പണമായിരുന്നു. 1921 മുൻപ് ഭവനരഹിതനായിരുന്ന ആ തെമ്മാടി നാസി പാർട്ടിയുടെ നേതാവായി. അവന്റെ ആഗ്രഹം ഇപ്പോൾ വളരെ വലുതായിരുന്നു.
ഒരു മുഴുവൻ രാഷ്ട്രത്തിന്റെയും നേതാവാകാൻ അവൻ ആഗ്രഹിച്ചു. 1920കളിൽ അഡോൾഫ് ഹിറ്റ്ലർ മ്യൂണിക്കിലെത്തിയ സ്ട്രാസിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. കാഴ്ചയിൽ നിരുപദ്രവകരമായൊരു സ്ഥലമായിരുന്നു അത്, പക്ഷേ വാസ്തവത്തിൽ അത് അവന്റെ രാഷ്ട്രീയ ഉയർച്ചയുടെ പ്രതീകമായിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ഇന്നത്തെ ഉടമ ആദ്യമായി സംസാരിക്കാൻ സമ്മതിച്ചു. അയൽക്കാർ മുൻവാതിൽ തുറക്കുമ്പോഴെല്ലാം ഭയപ്പെട്ടിരുന്നുവെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവന്റെ അപ്പാർട്ട്മെന്റിന് മുൻപിലൂടെ പോകാൻ അവർ ആഗ്രഹിച്ചില്ല, കാരണം അവന്റെ ജീവനെടുക്കാൻ ഒരു ശ്രമം നടക്കുമ്പോൾ തങ്ങൾ അവിടെ ഉണ്ടായേക്കുമെന്ന് അവർ കരുതി. ഒരു ദുരന്തകരമോ വിരോധാഭാസവുമായ യാദൃച്ഛികതയെന്നോണം ആ കെട്ടിടത്തിന്റെ ഉടമ ഒരു യഹൂദിയായിരുന്നു. ഹ്യൂഗോ എർലാങ്ങർ എന്നായിരുന്നു അവന്റെ പേര്. താഴത്തെ നിലയിൽ അവനൊരു പുരുഷന്മാരുടെ വസ്ത്രക്കടയുണ്ടായിരുന്നു. കോണിപ്പടിയിൽ വെച്ച് ഹിറ്റ്ലറെ കടന്നുപോകുമ്പോൾ അവൻ തന്നോട് തികച്ചും സൗഹാർദ്ദപരമായാണ് പെരുമാറിയിരുന്നതെന്ന് അവൻ പറഞ്ഞു. ആ 2 പുരുഷന്മാരും പതിവായി കണ്ടുമുട്ടിയിരുന്നു. 13 വർഷത്തിനു ശേഷം ഹിറ്റ്ലറുടെ യഹൂദവിരുദ്ധ നയങ്ങളുടെ നിരവധി ഇരകളിൽ ഒരാളായി താൻ മാറുമെന്ന് എർലാങ്ങർക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലർ ചാൻസലറായ ഒരു മാസത്തിനു ശേഷം എർലാങ്ങറിന്റെ കെട്ടിടം നിർബന്ധിച്ച് വിൽക്കപ്പെട്ടു. 1938 ഹ്യൂഗോ എർലാങ്ങരെ ഡാഖൌ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു. 1 മാസത്തെ തടവിനു ശേഷം അവൻ സുരക്ഷിതനായി പുറത്തിറങ്ങി. 2ാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ച അവന് തന്റെ അപ്പാർട്ട്മെന്റ് വീട് തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഒടുവിൽ 1949 അവനത് തിരികെ കിട്ടി. 1922 ഹിറ്റ്ലർ ഒരു വൻ രാഷ്ട്രീയ മുന്നേറ്റം നടത്തി. ബിയർ ഹാളുകളിലെ യോഗങ്ങൾ അവൻ വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ഒത്തുചേരലുകൾ അപകടരഹിതമായിരുന്നില്ല. ആക്രമണങ്ങളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കുന്നതിനായി 300 പീശി ബലമുള്ളവരെ നിയമിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏണസ്റ്റ് റോം ആയിരുന്നു നേതാക്കളിലൊരാൾ. ഈ അർദ്ധസൈനിക സംഘടനയ്ക്ക് SA എന്ന് പേരിട്ടു. അതിൽ പ്രധാനമായും മുൻ സൈനികരായിരുന്നു അംഗങ്ങൾ. പിന്നീട് SA രാഷ്ട്രീയ എതിരാളികളെ ഏറ്റെടുക്കുകയും തെരുവിൽ അവരുമായി പോരാടുകയും ചെയ്തു. അടിസ്ഥാനപരമായി അവർ ഒരു കൂട്ടം ഗുണ്ടകളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിക്കാൻ അവനെ സഹായിച്ചത് ഈ മനുഷ്യരായിരുന്നു. നാസി പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അച്ചടിക്കാതെ ഒരാഴ്ച പോലും കടന്നുപോയില്ല. പത്രങ്ങൾ അവരുടെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ അക്രമത്തിലൂടെ അധികാരത്തിന്റെ ഉന്നതിയിലേക്ക് സ്വയമെത്താൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. അവനൊരു അട്ടിമറി നടത്താൻ പദ്ധതിയിട്ടു. മുസോളിനിയുടെ റോമിലേക്കുള്ള മാർച്ച് അവനെ വളരെയധികം പ്രചോദിപ്പിച്ചു. നിലവിലുള്ള വ്യാപകമായ ദാരിദ്ര്യവും പണപ്പെരുപ്പവും മുതലെടുത്ത് മ്യൂണിക്കിൽ അധികാരം പിടിക്കാൻ പറ്റിയ സമയമാണെന്ന് അവൻ വിലയിരുത്തി. 1923 നവംബർ 8 നാസി നേതാവ് മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളിൽ യോഗം ചേരുകയായിരുന്ന ബവേറിയൻ ഗവൺമെന്റിലെ അംഗങ്ങളെ ബന്ദികളാക്കി. തന്റെ 2000 SA അംഗങ്ങളുടെ പിന്തുണയോടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹിറ്റ്ലർ അകത്തേക്ക് കയറി ജനക്കൂട്ടത്തെ നിശബ്ദരാക്കാൻ തോക്ക് മേൽക്കൂരയിലേക്ക് ചൂണ്ടി വെടിവെച്ച ശേഷം പറഞ്ഞു, ജർമ്മൻ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു. തുടർന്ന് ഹിറ്റ്ലറും ബവേറിയ ഭരിക്കുന്ന ത്രിമൂർത്തികളും തമ്മിൽ ചർച്ചകൾ നടന്നു. അവർ ബെർലിനിലേക്ക് മാർച്ച് ചെയ്യണമെന്ന ധാരണയിലെത്തി. അട്ടിമറി നല്ല രീതിയിൽ തുടങ്ങിയതായി തോന്നി. പക്ഷേ ബവേറിയൻ അധികാരികൾ അതിന്റെ പ്രാരംഭകരായ ഹിറ്റ്ലർക്കും ജനറൽ ലുഡൻഡോർഫിനും നൽകിയ പിന്തുണ പിൻവലിച്ചു. അടുത്ത ദിവസം രാവിലെ ഇരുവരും ബവേറിയൻ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജനപിന്തുണ ലഭിച്ചില്ല. ഹിറ്റ്ലർ നിയമപാലകരുടെ ശക്തിയെ കുറച്ചു കണ്ടു. അവർ പോലീസുമായി ഏറ്റുമുട്ടി. വെടിവയ്പുണ്ടായി. അടുവിൽ പോലീസ് പ്രകടനത്തിന്റെ നേതാക്കൾക്ക് നേരെ വെടിയുതിർത്തു. നിരവധി പേർ മരിച്ചു. ഹിറ്റ്ലറുടെ അംഗരക്ഷകൻ അവന്റെ മുന്നിലേക്ക് ചാടി വീണു. 11 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി. അവന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഹിറ്റ്ലർ തീർച്ചയായും കൊല്ലപ്പെട്ടിരുന്നേക്കും. ഇടതു തോളിൽ നിസ്സാരമായ ഒരു മുറിവുമായി അവൻ രക്ഷപ്പെട്ടു. ഹിറ്റ്ലർക്ക് അത്ഭുതകരമായ ഭാഗ്യമുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം ഏകാധിപതി ഏകദേശം 11 വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിൽ അവസാനത്തേത് 1944 ജൂലൈ 20 പോളണ്ടിലെ തന്റെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു. പക്ഷേ വീണ്ടും ഹിറ്റ്ലർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. താൻ അതിജീവിച്ച ഓരോ ശ്രമവും ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കി. പരാജയപ്പെട്ട അട്ടിമറി ശ്രമത്തിനു ശേഷം ഹിറ്റ്ലർ ഓടി രക്ഷപ്പെട്ടു. മ്യൂണിക്കിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ദൂരമുള്ള ഉഫിംഗ് ആം സ്റ്റാഫിൽസി എന്ന പട്ടണത്തിലേക്ക് അവനെ കാറിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം അവർ കാർ കാട്ടിലൊളിപ്പിച്ച് കാൽനട യാത്ര തുടർന്നു. രാത്രി 7 മണിയോടെ അവൻ ഹാൻസ്റ്റെങ്കൽ ദമ്പതികളുടെ വീട്ടിൽ അഭയം തേടി. ഇത് ഹരോൾഡ് സാൻഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു. ഓസ്ട്രിയൻ അതിർത്തി അധികം ദൂരമില്ലാത്തതിനാൽ താൻ ഇവിടെ സുരക്ഷിതനാണെന്ന് ഹിറ്റ്ലർ കരുതി. പക്ഷേ അവൻ തെറ്റി. 2 ദിവസത്തിനു ശേഷം പോലീസ് അവനെ കണ്ടെത്തി.
1923 നവംബർ 11 പോലീസ് കെട്ടിടത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാം അവസാനിച്ചുവെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇതാണ് ആ പന്നികളുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അവൻ തന്റെ റിവോൾവർ എടുത്ത് തലയ്ക്ക് നേരെ പിടിച്ചു. ഹെലീൻ ഹാൻസ്റ്റെങ്കൽ അത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. അങ്ങനെ അവന്റെ ജീവൻ രക്ഷിച്ചു. പൈജാമയും നീല ഡ്രസ്സിംഗ് ഗൗണും ധരിച്ച് 1923 നവംബർ 11 അവൻ അറസ്റ്റിലായി. നാസി പാർട്ടിയുടെയും തന്റെ നേതൃത്വത്തിന്റെയും അവസാനമാണിതെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. 1924 അവനും ഏണസ്റ്റ് റോമും ജനറൽ ലുഡൻഡോർഫും മ്യൂണിക്കിൽ രാജദ്രോഹ കുറ്റത്തിന് വിചാരണ നേരിട്ടു. നാസി പാർട്ടിയുടെ തലവൻ വിചാരണയെ തന്റെ പരാജയത്തെ ഒരു വിജയമായി അവതരിപ്പിക്കാനും തന്നെ പിതൃഭൂമിയുടെ രക്ഷകനായി ചിത്രീകരിക്കാനുമുള്ള ഒരു വേദിയായി ഉപയോഗിച്ചു. ഹിറ്റ്ലർ എപ്പോഴും സദസ്സിനു മുന്നിൽ അവസരത്തിനൊത്ത് ഉയർന്നു. ചില ന്യായാധിപതിമാർ തന്റെ ലക്ഷ്യത്തോട് അനുഭാവം പുലർത്തുമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അവരെല്ലാവരും മനസ്സില്ലാതെയാണ് റിപ്പബ്ലിക്കിനെ സേവിച്ചിരുന്നത്. വിചാരണക്കാലത്തെ അവന്റെ പ്രസംഗങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഹിറ്റ്ലർ അതൊരു പ്രചാരണ മാധ്യമമായി ഉപയോഗിച്ചു. അത് പൂർണ്ണമായും വിജയിച്ച ഒരു പദ്ധതിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ വിചാരണയുടെ താലമായി മാറി. ഒടുവിൽ ഹിറ്റ്ലർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. പക്ഷേ അവന്റെ പ്രകടനങ്ങൾ അവനെ ജർമ്മനിയിലുടനീളം പ്രശസ്തനാക്കി. ഇവിടെയാണ് ഹിറ്റ്ലർ തികച്ചും സുഖപ്രദമായ സാഹചര്യങ്ങളിൽ തന്റെ തടവുകാലം ആരംഭിച്ചത്. ലാൻഡ്സ്ബർഗ് ഒരു 5 സ്റ്റാർ ജയിലായിരുന്നു. നാസി പാർട്ടിയുടെ നേതാവിന് ജർമ്മനിയുടെ എല്ലാ ഭാഗത്തുനിന്നും സമ്മാനപ്പൊതികൾ ലഭിച്ചു. അവനെ ബഹുമാനപ്പെട്ട തടവുകാരൻ എന്നറിയപ്പെട്ടു. ബഹുമാനം നൽകപ്പെട്ടു. എപ്പോൾ വേണമെങ്കിലും സന്ദർശകരെ അനുവദിച്ചു. അക്കാലത്ത് ബവേറിയ വളരെ വലതുപക്ഷ ചിന്താഗതിയുള്ളതായിരുന്നു. സർക്കാർ തങ്ങളുടെ തടവുകാരനോട് വളരെ ദയ കാണിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് തടവുകാരന് ഇതേ സാഹചര്യങ്ങൾ ലഭിക്കുമായിരുന്നില്ല. കാര്യങ്ങൾ കൂടുതൽ കഠിനമാകുമായിരുന്നു. ജയിലിലായപ്പോൾ ഹിറ്റ്ലർക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. തന്റെ ആശയങ്ങളെ ഒരു രാഷ്ട്രീയ പരിപാടിയിലേക്ക് സമന്വയിപ്പിച്ച് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. സഹതടവുകാരനായ റൂഡോൾഫ് ഹെസിന്റെ സഹായത്തോടെ അവൻ മൈൻ ക്യാമ്പ് എന്റെ പോരാട്ടം എന്ന് എഴുതി. അതിൽ അവനെ ഒരു നായകനായി അവതരിപ്പിച്ച, കൂടുതലും കാൽപ്പനികവൽക്കരിച്ച ഒരു ആത്മകഥയായിരുന്നു അത്. തന്റെ സെല്ലിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗമായിരുന്നു അത്. തന്റെ പുസ്തകത്തിൽ ഹിറ്റ്ലർ തന്റെ തീവ്രദേശീയവാദപരമായ വാദങ്ങൾ വികസിപ്പിച്ചു. ജർമ്മൻ വംശത്തിന്റെ മേധാവിത്വത്തിൽ ഊന്നൽ നൽകി. അവന്റെ അഭിപ്രായത്തിൽ യഹൂദന്മാർ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട അധമ മനുഷ്യരായിരുന്നു. മൈൻ ക്യാമ്പിൽ യഹൂദന്മാർ പരാന്നിജീവികളാണ്, രോഗാണുക്കളാണ്, കീടങ്ങളാണ്. അവർ ഈ ഭൂമിയിൽ തികച്ചും ഉപയോഗശൂന്യരാണ്, വാസ്തവത്തിൽ ഹാനികരവുമാണ്. ജർമ്മനിയിലും ഓസ്ട്രിയയിലും യഹൂദവിരുദ്ധത പുതിയതായിരുന്നില്ല. പക്ഷേ അത് ഹിറ്റ്ലറോടെ അതിന്റെ പാരമ്യത്തിലെത്തി. യഹൂദർക്കു വേണ്ടി താൻ വിഭാവനം ചെയ്യുന്ന വിധിയെ സൂചിപ്പിക്കാൻ ഹിറ്റ്ലർ മൈൻ ക്യാമ്പിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇത് ജർമ്മനിൽ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നശിപ്പിക്കുക, കൊല്ലുക എന്നതിന്റെ പര്യായമാണ്. ആര്യൻ വംശത്തിന്റെ പ്രാഥമികതയെക്കുറിച്ചുള്ള അവന്റെ സിദ്ധാന്തമായിരുന്നു അവന്റെ വിദേശനയത്തെ നിർണയിച്ചത്. ജർമ്മനി ആദ്യം ജർമ്മൻ ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളെയും പുനഃസംഘടിപ്പിക്കണം. എന്നിട്ട് അത് ഫ്രഞ്ച് സൈന്യത്തെ നശിപ്പിച്ചതിനു ശേഷം റഷ്യയിലേക്ക് വ്യാപിക്കും. ആ ഏതാനും വരികളിൽ അവൻ 2ാം ലോക മഹായുദ്ധം പ്രവചിച്ചതായി തോന്നി. ജർമ്മൻകാർ ഈ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജർമ്മൻ രാഷ്ട്രം വംശനാശം സംഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് ആ പുസ്തകം. അന്നുമുതൽ ഹിറ്റ്ലർ പുതിയ മനോഭാവമുള്ള ഒരു പുതിയ മനുഷ്യനായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ താൻ രാഷ്ട്രത്തിന്റെ രക്ഷകനാണെന്ന് അവന് ബോധ്യപ്പെട്ടു. 1924 ഡിസംബർ 20 അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ശിക്ഷയുടെ 13 മാസം മാത്രം പൂർത്തിയാക്കി ജയിലിൽ നിന്ന് മോചിതനായി. വീണ്ടും ഉത്തേജകഭരിതനായി അവൻ ജർമ്മനിയെ വീണ്ടും കീഴടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്തവണ അവനത് ചെയ്യാൻ പോകുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെയായിരുന്നു. ജനാധിപത്യത്തെ തന്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാമെന്നും എന്നിട്ട് അതിനെ ഒഴിവാക്കാമെന്നും അവന് വ്യക്തമായി തോന്നി. 1929 ഒക്ടോബർ 5 ഹിറ്റ്ലർ താൻ താമസിച്ചിരുന്ന തീർഷ്ത്രാസയിലെ വാസസ്ഥലം ഉപേക്ഷിച്ച് മ്യൂണിക്കിലെ പ്രിൻസ് രഗന്റൻ പ്ലാച്ചിലുള്ള ഒരു ആഡംബര അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. 12 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ഫ്ളാറ്റിലും പിന്നീട് 50 ചതുരശ്ര മീറ്ററുള്ള ഒന്നിലും ജീവിച്ച ശേഷം അവനിപ്പോൾ 400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 9 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് അതൊരു പോലീസ് സ്റ്റേഷനാണ്. ചില പ്രധാന ജർമ്മൻ സമ്പന്നരുടെ പിന്തുണയില്ലാതെ അവൻ ഇത്രയൊന്നും ഉയരില്ലായിരുന്നു. തന്റെ അനുയായികളിൽ നിന്നും ചില സമ്പന്ന വ്യക്തികളിൽ നിന്നും വർദ്ധിച്ചുവരുന്ന സംഭാവനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർക്ക് ആ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ കഴിഞ്ഞു. തന്റെ പുസ്തകമായ മെയിൻ ക്യാമ്പിൽ നിന്ന് അവന് റോയൽ ടീം ലഭിക്കുന്നുണ്ടായിരുന്നു. തന്റെ സാമ്പത്തിക പിന്തുണയ്ക്കാർക്ക് നന്ദി. ഒരു വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിക്കാൻ ആവശ്യമായ ഗണ്യമായ ഫണ്ട് ഇപ്പോൾ അവന്റെ പക്കലുണ്ടായിരുന്നു.
ജർമ്മനിയിൽ ഇത് ആദ്യമായിരുന്നു. നാസി പാർട്ടിയുടെ നേതാവ് വിമാനത്തിൽ മാത്രമാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് ഒരു ദിവസം 4 റാലികൾ വരെ നടത്താൻ അവനെ സഹായിച്ചു. ഹിറ്റ്ലർ ഒരു പ്രധാന രാഷ്ട്രീയ കളിക്കാരനായി മാറി. ജർമ്മൻ മാധ്യമങ്ങൾ എല്ലായിടത്തും അവനെ പിന്തുടർന്നു. മാധ്യമങ്ങളെ ബോധപൂർവം ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രീയക്കാരനായിരുന്നു ഹിറ്റ്ലർ. അവൻ തന്റെ പ്രസംഗങ്ങൾ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വിറ്റു. തന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവരിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കിയ ആദ്യത്തെ രാഷ്ട്രീയക്കാരനും അവനായിരുന്നു. ആ വരുമാനം അവൻ തന്റെ പാർട്ടിക്ക് ധനസഹായം നൽകാൻ ഉപയോഗിച്ചു. തന്റെ പ്രസംഗങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾക്കുമേൽ വാഗ്ദാനങ്ങൾ നൽകി. ഞങ്ങൾ ജർമ്മനിയെ മഹത്തരമാക്കും. 37% തൊഴിലില്ലായ്മയുള്ളപ്പോൾ ഞങ്ങൾ ജർമ്മനിയെ തിരികെ ജോലിയിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ വേഴ്സൈൽസ് ഉടമ്പടി പുനഃപരിശോധിക്കാൻ പോകുന്നു. ജർമ്മനിയിലെ മറ്റു 32 രാഷ്ട്രീയ പാർട്ടികളെയും അവർ നിരോധിക്കുമെന്ന് അവൻ വ്യക്തമാക്കി. പക്ഷേ ഇതുപോലും ജർമ്മൻ പൊതുജനങ്ങളെ അത്രയൊന്നും ഞെട്ടിച്ചതായി തോന്നിയില്ല. 1920കളുടെ അവസാനത്തിൽ നാസി പാർട്ടിക്ക് വെറും 3% വോട്ട് മാത്രമേ ലഭിച്ചിരുന്നെങ്കിലും 1930-ൽ ഇത് 20%-ആയി ഉയർന്നു. തുടർന്ന് 1932 ജൂലൈ 31-ന് നാസികൾ പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറി. 1929-ലെ മഹാമാന്ദ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നു. ഏകദേശം 7 ദശലക്ഷം ജർമ്മൻകാർ തൊഴിലില്ലാത്തവരായിരുന്നു. രാജ്യം 1-ാം ലോക മഹായുദ്ധത്തിനുള്ള നഷ്ടപരിഹാരം നൽകാൻ പാടുപെടുകയായിരുന്നു. ആ പരാജയത്തെക്കുറിച്ചുള്ള ജർമ്മൻ ജനതയുടെ കൈപ്പര ആരുമകളെ ഇളക്കിവിടാൻ എളുപ്പമായിരുന്നു. ദാരിദ്ര്യം സഹിക്കാനാവാത്തതുകൊണ്ടാണ് ഞാൻ ഹിറ്റ്ലർക്ക് വോട്ട് ചെയ്തതെന്ന് ഒരാൾ പിന്നീതോർത്തു. അപ്പവും ജോലിയും വാഗ്ദാനം ചെയ്ത ഒരു പാർട്ടി വന്നു. അതിനാൽ അയാൾ അവരോടൊപ്പം ചേർന്നു. 1933 ജനുവരി 30-ന് ഹിറ്റ്ലർ തന്റെ ലക്ഷ്യം നേടി. അവൻ ചാൻസലറായി. ബേവേറിയയിൽ നിന്നുള്ള ആ ചെറിയ കുഴപ്പക്കാരൻ ജർമ്മനിയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി മാറിയിരുന്നു. അവന്റെ ശേഷിക്കുന്ന തടസ്സം റൈക്കിന്റെ പ്രസിഡന്റായ പോൾ വോൺ ഹിൻഡൻബർഗ് ആയിരുന്നു. അധികാരത്തിൽ വന്നയുടനെ ഹിറ്റ്ലർ ഒരു സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാൻ ഒട്ടും സമയം കളഞ്ഞില്ല. 1933 ഫെബ്രുവരി 28-ന് ജർമ്മൻ പാർലമെന്റായ റൈക്സ്ടാഗിന് തീയിട്ടതുകൊണ്ടാണ് ഇതെല്ലാം ആരംഭിച്ചത്. അതെങ്ങനെയാണ് ആരംഭിച്ചത് എന്നതിപ്പോഴും ഊഹാപോഹങ്ങളുടെ വിഷയമാണ്. ഹിറ്റ്ലറും നാസികളും അതൊരു കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അത് ഉപയോഗിച്ചുവെന്നത് സത്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു കാരണമായി അവർ അതുപയോഗിച്ചു. റൈക്സ്ടാഗ് തീപിടുത്തത്തിന് ശേഷം അവർ കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല, പ്രധാന പൗരാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ അവർ ഹിൻഡൻബർഗിനെ നിർബന്ധിച്ചു. വാസ്തവത്തിൽ ആ ഉത്തരവ് 1945 മെയ് 8 വരെ ഏതെങ്കിലും രൂപത്തിൽ നിലനിന്നു. ഹിറ്റ്ലർ അവിടെ നിർത്തിയില്ല. അവൻ റിപ്പബ്ലിക്കിന്റെ സ്ഥാപനങ്ങളെ തകർത്തു, പത്രങ്ങളെ സെൻസർ ചെയ്തു. 1933 മാർച്ച് 24-ന് മന്ത്രിസഭയ്ക്ക്, അതായത് ഹിറ്റ്ലർക്ക് പാർലമെന്റിനെ ഉൾപ്പെടുത്താതെ 4 വർഷത്തേക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന എനേബിളിംഗ് ആക്ട് അവൻ പാസാക്കി. ആ നിമിഷം മുതൽ അതൊരു ഏകാധിപത്യ ഭരണകൂടമായി. തുടർന്നുള്ള മാസങ്ങളിൽ മറ്റെല്ലാ പാർട്ടികളും ഒന്നുകിൽ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം ഇല്ലാതാക്കാൻ നിർബന്ധിതമാവുകയോ ചെയ്തു, നാസി പാർട്ടി ഒഴികെ. അതേസമയം ഭരണത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ പാർപ്പിക്കാൻ ഡാഷുവിലെ ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിന്റെ കവാടങ്ങൾ തുറന്നു. അധികാരത്തിൽ സുരക്ഷിതമായിരിക്കെ ഹിറ്റ്ലർക്ക് ഒരാശയം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: ജർമ്മനിയെ എക്കാലത്തെയും മഹത്തായ രാഷ്ട്രമാക്കി മാറ്റുക. അവൻ രാജ്യത്തെ ഒരു വലിയ നിർമ്മാണ സ്ഥലമാക്കി മാറ്റി. റെയിൽവേകളും ഹൈവേകളും നിർമ്മിച്ചു. തൊഴിലില്ലാത്തവർക്ക് ജോലി നൽകി സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക. എന്നിട്ട് നാസിസം ഒരു മധ്യകാല ഭരണകൂടമല്ല, മറിച്ച് ആധുനികതയുടെയും ജർമ്മൻ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമാണെന്ന് കാണിക്കുക. പൊതുമരാമത്ത് ജോലികൾ സൈനിക ലക്ഷ്യങ്ങളോടെയാണ് നടത്തിയത്. ഹൈവേകൾ സൈന്യത്തിനും അതിന്റെ ടാങ്കുകൾക്കും രാജ്യത്തുടനീളം വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും. കാരണം ഏകാധിപതിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. ഹിറ്റ്ലർ അധികാരത്തിൽ വരുമ്പോൾ അവൻ ഉടനെ ഒരു യുദ്ധത്തിന് പദ്ധതിയിടുന്നു. താനൊരു പുതിയ യൂറോപ്യൻ യുദ്ധം നടത്താൻ പോകുന്നുവെന്ന് സൈനിക ജനറൽമാരോട് അവരുടെ പിന്തുണ നേടാൻ അവൻ പറയുന്നു. ആദ്യം അവന് എസ്.എ.യെ ഒഴിവാക്കേണ്ടി വന്നു. ഭരണകൂടത്തിനുള്ളിലെ ഒരു ഭരണകൂടമായി പ്രവർത്തിച്ചിരുന്ന, സ്ഥിരം വിപ്ലവത്തെ വാദിച്ചിരുന്ന ആക്രമണ വിഭാഗങ്ങളായിരുന്നു അവർ. പുതിയ ജർമ്മൻ സൈന്യത്തിന്റെ തലപ്പത്തെത്തുക എന്നതായിരുന്നു എസ്.എയുടെ ആത്യന്തിക ലക്ഷ്യം. അവർ സൈന്യത്തിലേക്ക് നുഴഞ്ഞുകയറാൻ ആഗ്രഹിച്ചു. എന്നാൽ പരമ്പരാഗത ഉദ്യോഗസ്ഥർ ഈ താഴ്ന്ന വർഗ്ഗക്കാർക്ക് ഇടം നൽകാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ഫ്യൂറർ എസ്.എയെ ബലികൊടുക്കാൻ തീരുമാനിച്ചു. കാരണം സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ യുദ്ധത്തിനായുള്ള തന്റെ പദ്ധതികൾ പരാജയപ്പെടുമെന്ന് അവൻ കണ്ടു. ഇത് ബാഡ് വീസെ എന്ന പട്ടണമാണ്. 1934 ജൂൺ 30-ന് ഹിറ്റ്ലർ 100ഓളം എസ്.എ നേതാക്കളെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി. തങ്ങളൊരു കോൺഫറൻസിൽ പങ്കെടുക്കാനും കുറച്ചു ദിവസം അവധിയെടുക്കാനുമാണ് പോകുന്നതെന്ന് അവർ കരുതി. എന്നാൽ ഹിറ്റ്ലർ ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു.
എസ്.എ. മേധാവികൾക്കായി ഹിറ്റ്ലർ ഒരു കെണിയൊരുക്കി. അവരെല്ലാം അതിൽ കുടുങ്ങി. അടുത്ത ദിവസങ്ങളിൽ അവരെയെല്ലാം ഒഴിവാക്കാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചു. എസ്.എയുടെ തലവനായ ഏർണസ്റ്റ് റോമിനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു റോം. രാവിലെ 6:45 ഹിറ്റ്ലർ കയ്യിൽ തോക്കുമായി ഈ പടികൾ കയറി ഏർണസ്റ്റ് റോമിന്റെ മുറിയിലേക്ക് പോയി. അവൻ വാതിൽ തുറന്ന് തോക്ക് അവനു നേരെ ചൂണ്ടി പറഞ്ഞു, "റോം, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു." റോമിനെയും ഹോട്ടലിലെ അതേ നിലയിലുണ്ടായിരുന്ന മറ്റെല്ലാ എസ്.എ. നേതാക്കളെയും ഹിറ്റ്ലറുടെ പേഴ്സണൽ ബോഡിഗാർഡ് അവിടെ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അറസ്റ്റുകൾ കനത്തതായിരുന്നു. കാര്യങ്ങൾ അക്രമാസക്തമാവുകയാണെങ്കിൽ ഹിറ്റ്ലർ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ എല്ലാ എസ്.എ. മേധാവികളെയും മ്യൂണിക്കിലും ബെർലിനിലുമായി നിഷ്കരണം കൊലപ്പെടുത്തി. എസ്.എയെ ഒഴിവാക്കിയതോടെ ഏകാധിപതിക്ക് രാജ്യം ഭരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരു മാസത്തിനു ശേഷം പോൾ വോൺ ഹിൻഡൻബർഗ് മരിച്ചു. റൈക്കിന്റെ പ്രസിഡന്റിന് മാത്രമേ അവനെ പുറത്താക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. ഹിറ്റ്ലർ പ്രസിഡന്റിന്റെ ചുമതലകളും ഏറ്റെടുത്തു. അതായത്, ഇപ്പോൾ അവന് പരമാധികാരവും സായുധസേനയുടെ തലവനുമായിരുന്നു. അന്നുമുതൽ അവന്റെ പ്രധാന ലക്ഷ്യം ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനായി ജർമ്മനിയെ പുനരായുധീകരിക്കുക എന്നതായിരുന്നു. 1918 പരാജയത്തിനു ശേഷം ഏകാധിപതി ഒരു പ്രതികാരത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു. ഹിറ്റ്ലർ യുദ്ധത്തിൽ അഭിരമിച്ചു. അത് അവന്റെ രാഷ്ട്രീയ പരിപാടിയുടെ അടിസ്ഥാനമായിരുന്നു. അതോടൊപ്പം ഒരു മൂല്യവും കൂടിയായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സൈനിക വിജയത്തിലൂടെ മാത്രമേ ജർമ്മനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. അവൻ തന്റെ യുദ്ധക്കൊതിയുള്ള ഉദ്ദേശങ്ങൾ ലോകത്തിൽ നിന്ന് മറച്ചുവെച്ചു. 1935 സെപ്റ്റംബർ 28 ഹിറ്റ്ലർ അവിടെ ഒരു യു-ബോട്ട് സന്ദർശിക്കുകയായിരുന്നുവെന്ന് ജർമ്മൻ നേവി മ്യൂസിയം അവകാശപ്പെട്ടു. എന്നാൽ ആ ഫോട്ടോ ഒരു മാസം മുമ്പാണ് എടുത്തതെന്ന് ഇപ്പോൾ നമുക്കറിയാം. വസ്തുതയിൽ സെപ്റ്റംബർ 28 അവൻ റൂർ മേഖലയിലെ ക്രൂപ്പ് ഏജിയിലായിരുന്നു. ഈ വ്യവസായ ഗ്രൂപ്പ് ഉരുക്ക് നിർമ്മാതാക്കളായിരുന്നു. എന്നാൽ എല്ലാറ്റിനും ഉപരിലായി ആയുധങ്ങളുടെയും. വേഴ്സൈൽസ് ഉടമ്പടി രാജ്യത്തെ പുനരായുധീകരിക്കുന്നത് നിരോധിച്ചതിനാൽ ഹിറ്റ്ലർ തികച്ചും രഹസ്യമായി പലതവണ അവിടം സന്ദർശിച്ചു. താൻ പദ്ധതിയിട്ടിരുന്നത് മറച്ചുവയ്ക്കാനുള്ള ഫ്യൂററുടെ ഉദ്ദേശങ്ങളുടെ പല ഉദാഹരണങ്ങളിൽ ഒന്നുമാത്രമായിരുന്നു ഇത്. ഒരു വർഷത്തിനു ശേഷം ശത്രുത ആരംഭിക്കാൻ സമയമായെന്ന് അവൻ തീരുമാനിച്ചു. 1936 മാർച്ച് 7 ആദ്യത്തെ നിർണായക ചുവടുവെപ്പ്. 1918 പരാജയത്തിനു ശേഷം സൈനികവൽക്കരിക്കപ്പെടാത്ത ജർമ്മൻ പ്രദേശമായ റൈൻലാൻഡിലേക്ക് അവൻ സൈനികരെ അയച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഗണ്യമായ ഒരു അപകടസാധ്യത ഏറ്റെടുക്കുകയായിരുന്നു. ഇത് ചെയ്യുന്നതിലൂടെ അവൻ വേഴ്സൈൽസ് ഉടമ്പടി ലംഘിക്കുകയായിരുന്നു. അതുവഴി ഉടമ്പടിയിൽ ഒപ്പിട്ടവരുടെ സൈനിക ഇടപെടലിന് സ്വയം അപകടത്തിലാക്കുകയായിരുന്നു. എന്നിരുന്നാലും ഫ്രാൻസോ ഗ്രേറ്റ് ബ്രിട്ടനോ പ്രതികരിച്ചില്ല. ലക്ഷ്യങ്ങളിൽ നിന്നും ഒന്നും വ്യതിചലിക്കാൻ കഴിയാത്ത ഫ്യൂററിന് ഇത് ആദ്യ വിജയമായിരുന്നു. ഹിറ്റ്ലറുടെ അനുയായികൾ ഇതിനെ തികഞ്ഞ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അവൻ രാജ്യത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. അതിന്റെ അതിർത്തികളുടെ നിയന്ത്രണം സൈനികാർത്ഥത്തിൽ തിരിച്ചുപിടിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ 1938 മാർച്ച് 12 ജർമ്മനി ഓസ്ട്രിയയെ പിടിച്ചടക്കിയതോടെ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ജർമ്മൻ സംസാരിക്കുന്ന ജനതയെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഓസ്ട്രിയയെ കീഴടക്കിയ ശേഷം അദ്ദേഹം അടുത്ത ലക്ഷ്യമായി ചെക്കോസ്ലോവാക്കിയെ കണ്ടു. മെയിൻ കാംപ് അഥവാ എന്റെ പോരാട്ടം അല്ലെങ്കിൽ എന്റെ യുദ്ധം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ പോരാട്ടം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദശലക്ഷക്കണക്കിനാളുകളെ കൊന്നൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സ്വന്തം ജനതയുടെ മരണം പോലും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തി. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലൊന്നായിരുന്നു ആ യുദ്ധം. അധികാരത്തിൽ വന്ന ശേഷം ഹിറ്റ്ലർ തുടർച്ചയായ വിജയങ്ങൾ നേടി. യുദ്ധമാഗ്രഹിച്ചത് ഹിറ്റ്ലർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളോ സഹപ്രവർത്തകരോ അതിനോട് യോജിച്ചിരുന്നില്ല. താനൊരു സൈനിക പ്രതിഭയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സൈനിക പരിശീലനമില്ലാതിരുന്നിട്ടും യൂറോപ്പിനെ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹരാൾഡ് സാന്നർ എന്ന ചരിത്രകാരൻ 20 വർഷത്തിലേറെയായി ഹിറ്റ്ലറുടെ ജീവിതം പഠിക്കുകയും
അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ രേഖകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. 1945 ഏപ്രിൽ 30 ബെർലിനിൽ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. റഷ്യക്കാർ റൈക്ക് ചാൻസലറിയുടെ അടുത്തേക്ക് വേഗത്തിൽ വരുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. അവന്റെ സൈനികർക്ക് അവരെ മറ്റൊരു 24 മണിക്കൂർ മാത്രമേ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നുള്ളൂ. യുദ്ധം തോറ്റുവെന്ന് ഹിറ്റ്ലർക്കറിയാമായിരുന്നു. യുദ്ധം തോറ്റുകഴിഞ്ഞാൽ ജീവിതത്തിനവനൊരർത്ഥവുമില്ലായിരുന്നു. വിചാരണ നേരിടാൻ അവൻ ആഗ്രഹിച്ചില്ല. അപമാനിക്കപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല. ഉച്ചകഴിഞ്ഞ് ഏകാധിപതി തന്റെ അടുത്ത സഹകാരികളോട് വിട പറഞ്ഞ് ഫ്യൂറർ ബങ്കറിലെ തന്റെ ഓഫീസായ ഈ മുറിയിലേക്ക് വിരമിച്ചു. ദമ്പതികൾ ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് ആത്മഹത്യ ചെയ്തു. ഈവ വിഷം കഴിച്ചു. അതേസമയം ഹിറ്റ്ലർ വിഷത്തിന്റെ ഒരു ക്യാപ്സ്യൂൾ കടിക്കുകയും സ്വയം വെടിവയ്ക്കുകയും ചെയ്തുകൊണ്ട് ഇരട്ടി ഉറപ്പുവരുത്തി. സ്വയം കൊല്ലുമെന്ന് ഉറപ്പാക്കാൻ അവന്റെ ഡോക്ടർ അവനോട് ഇത് ചെയ്യാൻ ഉപദേശിച്ചിരുന്നു. ഏകാധിപതിയുടെ മരണം ശത്രുതയ്ക്ക് ഉടനെ തന്നെ അന്ത്യം കുറിച്ചു. യൂറോപ്പിനെയും ലോകത്തെയും അഭൂതപൂർവമായ ഒരു മഹാവിപത്തിലേക്ക് വലിച്ചിഴച്ച മനുഷ്യന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ചയ്ക്കു ശേഷം 1945 മെയ് 8 ജർമ്മനി കീഴടങ്ങി. അതൊരു വലിയ ആശ്വാസമായിരുന്നു. നാസിസം അവനോടൊപ്പം മരിച്ചു. അത് അവനോടൊപ്പം ജനിച്ചതുപോലെ. ഹിറ്റ്ലറുടെ ആത്മഹത്യ ജർമ്മൻ തടവിൽ കഴിഞ്ഞിരുന്ന യഹൂദർക്ക് അവരുടെ പീഡനങ്ങളുടെ, കഷ്ടപ്പാടുകളുടെയും അവസാനമായിരുന്നു.